അപ്പം നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ ഇത് മാത്രം മതിയിട്ട് വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റുള്ളൊരു തോരൻ കറിയാണ്. അതുപോലെ ഹെൽത്തിയും കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൻ്റെ പേരിന് പറ്റിയൊരു വീഡിയോ ആണ്. നല്ല നൊസ്റ്റാളജിയ എഫക്റ്റുള്ള ഒരു തോരൻ കറിയും കൂടെ, മഷിത്തണ്ട് തോരൻ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെടിയുടെ ഇടയിൽ കാട് പറിക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനം ഒരുപാട് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കുന്നത്. എപ്പോഴും ഞാൻ പറിച്ച് കളയാണ് പതിവ്. പക്ഷേ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പേര് ഇത് കറി വെച്ച് കഴിക്കും, നല്ല ടേസ്റ്റാണെന്ന് പറയുന്നു, നല്ലൊരു മെഡിസിനൽ പ്ലാന്റാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ്. ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് നേരത്തെ കളഞ്ഞു പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ചാണുള്ളത്. അപ്പം ഞാനിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത്, ഇതൊരു തോരൻ കറി വെച്ച് നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണൊക്കെ കാണുമായിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു സാധനമാണ്, വിഷാംശമില്ല, ഒന്നുമില്ല. അപ്പം നമ്മൾ ഫ്രഷായിട്ട് പറിച്ചുകൊണ്ട് വന്നത്. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വേണമെന്നുള്ളവർക്ക് ഇട്ട് കഴുകാം കേട്ടോ. പിന്നെ ഇത് നമുക്കത് മൂത്ത് പോണതിന് മുമ്പിട്ട് എടുത്ത് കറി വെക്കുന്നതായിട്ട് നല്ലത്. അധികം മൂക്കണതിനേക്കാളും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂവൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് എടുത്ത് കളയാം. പൂവുള്ള ഭാഗമൊക്കെ എടുത്ത് കളഞ്ഞിട്ടെടുക്കാം. അപ്പം ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോർന്നു പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് നല്ല ഡ്രൈ ആക്കി തന്നെ നമുക്കിത് തോരനാക്കി എടുക്കണം. എന്നാലും നല്ല വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്, നമുക്ക് മൂടിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഇത് എവിടെ കണ്ടാലും പറിച്ച് കളയരുത്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മളിപ്പോൾ മഷിത്തണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞപ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് തോന്നിയത് വെറ്റിലയുടെ സ്മെല്ലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സ്മെല്ലുണ്ട്, പക്ഷേ നല്ല ഇതായിരിക്കും, കുഴപ്പമില്ലായിരിക്കാം. അപ്പം വെറ്റിലയുടെ സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇത് നമുക്ക് അരിഞ്ഞപ്പോൾ ഇത്രയാണ് കിട്ടിയത്. ഇത് വേവിക്കുമ്പോൾ അത്രയും കൂടി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. അപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സാധാരണ ചീരത്തോരൻ വെക്കുന്ന പോലെ തന്നെ നമുക്ക് തേങ്ങ വേണം. അപ്പോൾ എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. തേങ്ങ, പച്ചമുളക്, അതുപോലെ തന്നെ ഉള്ളിയുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെയുള്ള തോരൻ വെക്കുമ്പോൾ ഉള്ളിയായിട്ടാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിത്തിരി അപ്പം കുറച്ച് ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു പകുതി സവാള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങയും ഉള്ളിയും മുളകും കൂടി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പം നമുക്കിനി മഷിത്തണ്ട് തോരൻ വെച്ച് നോക്കാം. അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കാൻ പോണ്. ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഒന്ന് ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. സവാള ചെറുതായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ടാണ് ഒതുക്കിയേക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ഉപ്പ് ഇടുന്നില്ല. സവാള വഴന്നതിന് ശേഷം നമ്മൾ ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ഉള്ളിയും കൂടെ ഒതുക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്.
ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന മഷിത്തണ്ടിൻ്റെ ഇല നമുക്ക് ഇട്ട് കൊടുക്കാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് വഴറ്റാൻ പറ്റത്തില്ല. നല്ല വാട്ടർ കണ്ടൻ്റുള്ള സാധനം ആയതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കുറഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് ഡ്രൈ ആയിട്ട് തന്നെ എടുക്കണം. മൂടിയൊന്നും വെക്കണ്ട, ഇളക്കി തന്നെ വേണം അത് നമുക്ക് എടുക്കാനായിട്ട്. കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുഴഞ്ഞു പോകും കേട്ടോ. അപ്പം മൂടി വെക്കാതെ ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ ഒരുപാട് ഔഷധ ഗുണമുള്ള, എനിക്ക് തോന്നുന്നു ആമസോണിൽ ഇത് നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്ന് മഷിത്തണ്ടെന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് എത്ര. നല്ല റേറ്റുള്ള ഒരു സാധനമാണ് ഈ പ്ലാന്റ്. പക്ഷേ ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിൻ്റെയൊക്കെ പക്ഷേ വാല്യൂ ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ നമ്മളിങ്ങനെ ആരും എടുത്ത് കഴിച്ചായിട്ട് എനിക്ക് അറിവില്ല കേട്ടോ. പണ്ടേ മുതലുള്ള സാധനമാണെങ്കിൽ പോലും നമ്മളങ്ങനെ അറിയുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതെടുത്ത് തോരനൊക്കെ വെച്ച് കഴിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നല്ല മെഡിസിന് വാല്യുള്ള ഒരു പ്ലാന്റ് ആയതുകൊണ്ടാണ് ഇതിന് ഇത്രയും റേറ്റ് കൂടാൻ തന്നെ കാരണം. അപ്പോൾ ഇതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ടായി. ഇതിങ്ങനെ ബോഡി പെയിനൊക്കെ നല്ലതാണ് ഇതിൻ്റെ ഇല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് മെഡിസിൻ പ്ലാന്റ് ഉള്ളതാണ്. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ആദ്യമായിട്ടാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മഷിത്തണ്ട് തോരൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാവുന്ന ഒരു തോരൻ കറിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് വെന്തും കിട്ടും. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഒരു ബൗളിൽ കൊള്ളാമെന്നുള്ളൂ, എന്നാലും പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ട് തേങ്ങയും സവാള എല്ലാം കൂടെ ചേർന്നപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തോര റെഡിയായി. ഇനി ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. ചീരക്കറി വെക്കുമ്പോൾ എപ്പോഴും ഒരു മുട്ട ഇല്ലെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മുട്ട പൊരിച്ചതും കൂടെ കൂട്ടുകയാണെങ്കിൽ ഊണ് ഉഷാറായിരിക്കും. നല്ല ടേസ്റ്റുള്ള കറിയാട്ടത്. ഇനി വേറൊരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട്. വെറ്റിലയുടെ ഒരു ടേസ്റ്റും കൂടെ വരുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ എന്നാലും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു തോരൻ കറിയാണ് മഷിത്തണ്ടിൻ്റെ തോരൻ കറി. ഇതിപ്പോൾ ഒരു മുട്ടയും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഗംഭീരം.